ക്രിസ്തുമസ് ആകുമ്പോൾ നമ്മളൊക്കെ പുറത്തുനിന്ന് സ്റ്റാർ വാങ്ങിയല്ലേ വീട്ടിൽ അലങ്കരിക്കാറുള്ളത്. നമുക്ക് തന്നെ വീട്ടിൽ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സ്റ്റാറിൻ്റെ മേക്കിംഗ് എന്ന് നോക്കാം. അതിനായിട്ട് നമുക്കൊരു മിനിമം 20 പേപ്പർ എടുക്കാം. ഒന്നുകിൽ നമുക്ക് പ്ലെയിൻ പേപ്പർ എടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കളർ പേപ്പറോ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ പേപ്പറോ ഒക്കെ വേണമെങ്കിൽ നമുക്കിതുപോലെ എടുക്കാം. പിന്നെ നമുക്ക് ഒരല്പം ഗ്ലൂവും കൂടെ വേണം. ഇനി നമുക്ക് ഈ പേപ്പറെല്ലാം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ നമുക്ക് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഇങ്ങനെ അതിൻ്റെ പുറത്ത് നമ്മൾ ഗ്ലൂ വെച്ച് ഒട്ടിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ഇത്രയും പേപ്പർ നന്നായിട്ടൊന്ന് ഗ്ലൂ വെച്ച് ഒട്ടിച്ചെടുക്കാം. പ്രസൻറ്റേഷൻ പേപ്പറാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഗ്ലിറ്റർ വരുന്നത് പുറമേ ആയിരിക്കണം. അതുപോലെ നമ്മൾ ഈ മടക്കുന്നതിൻ്റെ ഉൾഭാഗത്തായിട്ട് ആ ഒരു പ്ലെയിൻ സൈഡും വരുന്ന രീതിയിൽ ഒട്ടിച്ചെടുത്താൽ മതി എന്നേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ നമ്മൾ എടുത്തിട്ടുള്ള അത്രയും പേപ്പറും നമുക്കൊന്ന് ഒട്ടിച്ച് വയ്ക്കാം. ഇതുപോലെ ഒട്ടിച്ചിട്ട് നമുക്ക് കൈ അതിൻ്റെ മേലെ കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് വീണ്ടും അടുത്ത പേപ്പർ എടുത്ത് ഇതുപോലെ തന്നെ ഒട്ടിച്ച് കൊടുക്കാം. എടുത്തിട്ടുള്ള പേപ്പർ എല്ലാം ഇതുപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്ന ഡിസൈൻ അനുസരിച്ചിട്ട് ഇത് കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടുന്ന ഡിസൈൻ ഓരോ പേപ്പറിലും വരച്ചു കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന സിസറിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ കൂടുതൽ കട്ടിക്ക് വെച്ച് കട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഈ പേപ്പർ ചിലപ്പോൾ കട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല, ചെറിയ സിസറൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു 3 തൊട്ട് ഒരു 5 വരെ ഇതുപോലെ പേപ്പറുകൾ തമ്മിൽ ഒട്ടിച്ചിട്ട് നമുക്ക് ഡിസൈൻ വരച്ചു കൊടുത്തിട്ട് വെട്ടിയെടുക്കാം. അതിനായിട്ട് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ഓരോ പേപ്പറിൻ്റെ മുകളിലായിട്ട് T ഷേപ്പിൽ നമുക്ക് ഗ്ലൂ ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് അടുത്ത പേപ്പർ അതിൻ്റെ മുകളിലേക്ക് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതുപോലെ ഒരു 3 മുതൽ അല്ലെ ഒരു 5 വരെയൊക്കെ നമുക്ക് ഇതുപോലെ ബഞ്ചാക്കിയിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ഓരോ ബഞ്ചിൻ്റെ പുറത്തും ഇതുപോലെ ഡിസൈൻ വരച്ച് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനെ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളെല്ലാവരും ഒരുപോലെ നല്ല കഴിവുള്ളവരല്ലേ, വരയ്ക്കാനോ അങ്ങനെയൊന്നും കഴിവുള്ളവരല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് ഒരുപാട് കഴിവിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ സിമ്പിളായിട്ട് നമ്മൾ ഒന്നുകിൽ ഇങ്ങനെ വളച്ച് കേർവ്സ് ആയിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഷാർപ്പായിട്ട് വരുന്ന രീതിയിൽ എഡ്ജ് പോലെ നമുക്ക് വരച്ചു കൊടുക്കാം. എങ്ങനെ നമ്മൾ വരച്ചെടുത്തെന്ന് പറഞ്ഞാലും ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ഡിസൈനിൽ തന്നെയായിരിക്കും ഈ സ്റ്റാർ കിട്ടാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ട് നമുക്ക് ഇതിൽ ഇഷ്ടമുള്ള ഡിസൈൻസ് വരച്ചു കൊടുക്കാം. ഞാനിവിടെ ഇങ്ങനൊരു ഡിസൈനിൽ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഒരു സൈഡിൽ തന്നെ ആയാലും മതി, അല്ലെങ്കിൽ 2 സൈഡിലും നമ്മൾ സെയിം ഡിസൈൻ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല ഭംഗിയായിട്ടായിരിക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. ഇത് 2 സൈഡിൽ വേണമെങ്കിൽ നമുക്കിതുപോലെ കൊടുക്കാം, അല്ലെങ്കിൽ സിംഗിൾ സൈഡിൽ മാത്രം വേണമെങ്കിൽ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ഓരോ ബഞ്ച് പേപ്പർ എടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ പെൻസിലും കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ഓരോ ബഞ്ചും നമുക്ക് തമ്മിൽ ഒട്ടിച്ച് കൊടുക്കണം. നമ്മൾ നേരത്തെ ഒട്ടിച്ച് കൊടുത്തതുപോലെ തന്നെ തമ്മിൽ നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് ഒട്ടിച്ച് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഡിസൈൻ ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യമേ T ഷേപ്പിൽ ഒട്ടിച്ച് കൊടുത്തല്ലോ, അതൊരിക്കലും നമ്മൾ ആ ഭാഗത്തായിരിക്കില്ല ഇതുപോലെ ഡിസൈൻ ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും ഒക്കെ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേണം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എല്ലാം എടുക്കാനായിട്ട്. T ഷേപ്പിൽ നമ്മൾ ഒട്ടിച്ചെടുത്ത ഭാഗം സ്റ്റാറിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് വരേണ്ടത്. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കട്ട് ചെയ്യുന്ന നേരത്ത്. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ള ഓരോ ബഞ്ചും ഇതുപോലെ തന്നെ T ഷേപ്പിൽ ഗ്ലൂ ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് തമ്മിൽ ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് നമുക്ക് ടോയിനും കൂടെ വെച്ച് കൊടുക്കാം. കാരണം നമുക്കൊന്ന് ഹാങ് ചെയ്തിടാനുള്ള സൗകര്യത്തിനായിട്ട് ടോയിനും കൂടെ ഒന്ന് വെച്ച് കൊടുക്കണം. പേപ്പറും ഗ്ലൂവും സിസറും എല്ലാം നമ്മൾ അടുത്ത് തന്നെ വെച്ചിട്ട് ഈ പണി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നല്ലൊരു സ്റ്റാർ തയ്യാറാക്കിയെടുക്കാം. എല്ലാ ബഞ്ചും തമ്മിലിങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ലാസ്റ്റ് പാർട്ട് നമുക്കിതുപോലെ ഈ സ്റ്റാർ ഒന്ന് നിവർത്തിയിട്ട് നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിവർത്തുന്ന കൂട്ടത്തിൽ നമ്മൾ നേരത്തെ ഇതുപോലെ ഗ്ലൂ വെച്ചൊട്ടിച്ച ഭാഗം എന്തെങ്കിലും ഇതുപോലെ ഒട്ടി നിൽപ്പുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വിടുവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ നിവർത്തി കൊണ്ടുവന്ന് ആ 2 സൈഡും കൂടെ ലാസ്റ്റ് വരുന്നത് ഒട്ടിച്ചു കൊടുക്കാം. ലാസ്റ്റ് പാർട്ട് ഒട്ടിക്കുമ്പോൾ മാത്രമായിരിക്കും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരാളുടെ ഹെൽപ്പും കൂടെ വേണമെങ്കിൽ എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് സ്കെയിലോ മറ്റോ കയറ്റി വെച്ചിട്ട് നമുക്കിതുപോലെ 2 സൈഡും കൂടെ ഒട്ടിച്ചെടുക്കാനും പറ്റും. നമ്മൾ പുറത്തു നിന്നൊക്കെ മേടിക്കുന്ന ഡിസൈൻ ഒക്കെ ഉള്ള സ്റ്റാർ പോലെ തന്നെ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഈ സ്റ്റാർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ നമ്മൾ എന്ത് ഡിസൈൻ കൊടുത്തെന്ന് പറഞ്ഞാലും ലാസ്റ്റിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള സ്റ്റാർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.